മണ്ണാർക്കാട് നഗരസഭയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കാതിരുന്ന പദ്ധതികളിൽ ഭൂരിഭാഗവും മുൻ നഗരസഭാധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറിന്റെയും നെല്ലിപ്പുഴ കൗൺസിലറുടെയും വാർഡുകളിലേക്ക് മാറ്റി. 86 ലക്ഷം രൂപയുടെ പദ്ധതികളിൽ 44 ലക്ഷം രൂപയുടെ പദ്ധതികളും ബഷീറിന്റെ ഇപ്പോഴത്തെ വാർഡായ പെരുമ്പിടാരിയിലേക്കും 14 ലക്ഷം രൂപ നെല്ലിപ്പുഴ വാർഡിലേക്കും മാറ്റി. ഇതിലെ പ്രതിഷേധം അറിയിക്കാൻ വ്യാഴാഴ്ച നഗരസഭാധ്യക്ഷയുമായി ചർച്ച നടത്തുമെന്ന് CPM കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭാ കൗൺസിൽ അറിയാതെയാണ് പദ്ധതികൾ ഏകപക്ഷീയമായി 2 വാർഡുകളിലേക്ക് മാറ്റിയത്. സ്പിൽ ഓവറായതും സാങ്കേതിക അനുമതി ലഭിക്കാതെയും ഒരു പദ്ധതിക്ക് ഒന്നിലധികം തവണ തുക വകയിരുത്തിയതുമായ 41 പദ്ധതികളാണ് ഭേദഗതി വരുത്തി നടപ്പാക്കുന്നത്. 41 പദ്ധതികൾക്കായി 86,30,738 രൂപയാണ് അനുവദിച്ചത്. ഇതിൽ പെരുമ്പിടാരി നെല്ലിപ്പുഴ വാർഡുകളിലേക്ക് മാറ്റിയ തുക കഴിച്ചാൽ 27,66,100 രൂപയാണ് മറ്റ് 28 വാർഡുകളിലേക്കുമായി നീക്കിവെച്ചത്. ഇതര വാർഡുകളിലേക്ക് അനുവദിച്ച പദ്ധതികളാണ് കൗൺസിലർമാർ പോലും അറിയാതെ 2 വാർഡുകളിലേക്ക് മാത്രമായി മാറ്റിയിരിക്കുന്നത്. പെരുമ്പിടാരി വാർഡിലെ പോത്തോഴിക്കാവ് അമ്പലവട്ട റോഡിനു വേണ്ടി മാത്രം മറ്റുള്ള വാർഡുകളിലെ 7 പദ്ധതികളിലെ തുകയാണ് മാറ്റിയത്. 31 വാർഡുകളിലേക്ക് അനുവദിച്ച 19 പദ്ധതികളുടെ തുക പെരുമ്പിടാരി വാർഡിലെ റോഡുകളുടെ നവീകരണത്തിന് എന്ന പേരിലാണ് മാറ്റിയത്. ഏത് റോഡെന്ന പ്രത്യേകം പരാമർശിക്കാത്തതിനു പോലും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇതര വാർഡുകളിൽ അനുവദിച്ച 7 പദ്ധതികളുടെ തുകയാണ് നെല്ലിപ്പുഴ വാർഡിലെ ആണ്ടിപ്പാടം തിട്ടുമൽ റോഡ് നവീകരണത്തിനായി മാറ്റിയത്. ഈ റോഡുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ കഴിയില്ലെന്നും ഇടത് കൗൺസിലർമാർ പറഞ്ഞു. ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാരുടെ വാർഡുകളിലെ ഫണ്ടും ഇത്തരത്തിൽ പെരുമ്പിടാരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലീഗ് കൗൺസിലർമാരുടെ വാർഡുകളിലെ ഫണ്ട് വകമാറ്റിയതിനെതിരെ മുസ്ലിം ലീഗ് പാർട്ടി തലത്തിൽ കഴിഞ്ഞ ദിവസം പരാതി ഉന്നയിച്ചതായാണ് വിവരം. കോൺഗ്രസിനകത്തും പ്രതിഷേധമുണ്ട്. നടപ്പാക്കാത്ത പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ചർച്ച വന്നപ്പോൾ ഓരോ വാർഡിലും അനുവദിച്ച തുക ആ വാർഡുകളിൽ തന്നെ പദ്ധതികളിൽ ഭേദഗതി വരുത്തി ചെലവഴിക്കുമെന്നാണ് അറിയിച്ചത്. ഇതിന്റെ നഗ്നമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. കൗൺസിലർമാർ കിലയിൽ ട്രെയിനിങ്ങിന് പോയ സമയത്താണ് തുക മാറ്റിയത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും വകമാറ്റിയ പദ്ധതികൾ റദ്ദാക്കണമെന്നും CPM കൗൺസിലർമാർ പറഞ്ഞു. പുതിയ ഭേദഗതി നിർദ്ദേശം DPCക്ക് മുമ്പാകെ ജനുവരി മാസം 31-ാം തീയതിക്ക് കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസത്തെ 24-ാം തീയതി കൂടിയ ഭരണസമിതി യോഗത്തിൽ അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ടയിൽ പറഞ്ഞത് ഭേദഗതി എന്നുള്ളതാണ് പറഞ്ഞത്. 25-26 വർഷത്തെ നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികളെ ഭേദഗതിയോടുകൂടി 31-ാം തീയതിക്ക് മുമ്പായിട്ട് DPCക്ക് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഏതെല്ലാം പദ്ധതിയാണ് നിങ്ങൾ ഭേദഗതി ചെയ്യുന്നത്? അതിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏതെല്ലാം വാർഡുകളിലെ പദ്ധതികളാണ് ഭേദഗതി ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞത് ചെറിയ ഇതേ ഉള്ളൂ, MLAയുടെ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. അല്ലാതെ അപ്പോഴും ഞങ്ങളും BJPയുടെ കൗൺസിലർ ശ്രീ ജയകുമാർ ഉൾപ്പെടെ ആൾക്കാർ ആവശ്യപ്പെട്ടത് ഏതെങ്കിലും വാർഡിലെ ഫണ്ടുകൾ മുമ്പ് തീരുമാനിക്കുകയും അനുവദിക്കുകയും ചെയ്ത ഏതെങ്കിലും വാർഡിലെ ഫണ്ടുകൾ അവിടുന്ന് ആ വാർഡിൽ നഷ്ടപ്പെടുകയോ മറ്റു വാർഡിലേക്ക് മാറ്റുകയോ ചെയ്യുകയോ ചോദിച്ചപ്പോൾ ഇല്ല, ആ വാർഡിലെ സംഖ്യ പൂർണ്ണമായിട്ടും ആ വാർഡിലുണ്ടാവും, ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പാണ് അന്നത്തെ ചെയർപേഴ്സണും ബന്ധപ്പെട്ട വകുപ്പ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നത്. ഇക്കാര്യങ്ങളിലെ എതിർപ്പ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. ഒന്നാമത്തെ ആരോപണം, മുഴുവൻ വർക്കുകളും ഒരു വാർഡിലേക്ക് മാറ്റി. അതെന്താ, എങ്ങനെയാണ് അത് സംഭവിച്ചത്? സെക്രട്ടറിക്ക് എന്താ പറയാ? അത് പരിശോധിച്ചിട്ട് അടുത്ത ഭേദഗതിയിൽ അതുപോലെ ഇപ്പോൾ എടുത്തത് പുതിയ ആളുകളെ എടുത്തതിൽ ഇപ്പം അവർ പറയുന്നത് 68 പേരെ പ്രതിപക്ഷ കൗൺസിലർമാരെ അറിയാതെ, 12 കൗൺസിലർമാരെ അറിയാതെ 68 പേരെ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? കൗൺസിലിൽ ചർച്ച ചെയ്യാതെ. അന്ന് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് നിലവിലുള്ള ആളുകൾ മതി, പുതിയ ആളുകളെ എടുക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ 68 പേര് പുതിയതായിട്ട് ലിസ്റ്റ് കയറിയിട്ടുണ്ട്. അത് എൻ്റെ അറിവോടുകൂടിയല്ല, അത് ഞാൻ പരിശോധിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യുന്നു. വിഷയം നഗരസഭാധ്യക്ഷയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അവരുടെ മറുപടിക്കനുസരിച്ചാവും കൗൺസിലിന്റെ മുന്നോട്ടുള്ള പോക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.